നമസ്തേ. ടാരോട്ട് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്ന റീഡിങ്സ് നിങ്ങളുടെ വ്യക്തിയും തേർഡ് പാർട്ടിയും തമ്മിലുള്ള ഈ ഒരു മാസത്തെ കറൻറ്റ് എനർജി എങ്ങനെയായിരിക്കുമെന്നാണ് കേട്ടോ. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ നിങ്ങൾക്കിത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത്. നിങ്ങളതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും നൽകുന്നുവോ അതനുസരിച്ചായിരിക്കും ഇതിനകത്ത് ഓരോ കാര്യങ്ങളും നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നത്. കൂടാതെ തന്നെ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ല എന്നുള്ളവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്തു പോവുക. കാരണം ഒരു ബാഡ് കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാൻ നിൽക്കണ്ട. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ളവർ മാത്രം അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്തവരും ഈ ഒരു എനർജിയെ നോക്കാൻ നിൽക്കണ്ട എന്നത് തന്നെയാണ് കേട്ടോ പ്രാധാന്യം. അപ്പം നമുക്ക് ഇതൊരു മൈൻഡ് റീഡിംഗ് ആണ് കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു റീഡിങ്സിലൂടെ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് നമുക്കിനി മുന്നോട്ടേക്ക് എങ്ങനെയായിരിക്കും ഇവരുടെ ഈ ഒരു റിലേഷൻ, തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു എനർജി മുന്നോട്ടേക്ക് എങ്ങനെ പോകും, എത്ര നാളത്തേക്ക് കടന്നു പോകുമെന്ന് നമുക്ക് നോക്കാൻ സാധിക്കും ഇന്നത്തെ എനർജിക്കുള്ളിൽ. പിന്നെ ടാറോ റീഡിങ്സുകളുടെ ഒരു പ്രത്യേകത പാസ്റ്റ് ആണെങ്കിലും പ്രസൻറ്റ് ആണെങ്കിലും ഫ്യൂച്ചർ ആണെങ്കിലും നമുക്ക് ക്ലിയർ ചെയ്ത് കണക്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്ന ഒരു എനർജിയാണ് ടാറോ റീഡിങ്സുകളുടെ കേട്ടോ. നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന ഹയറോഫെൻറ്റിൻ്റെ എനർജിയാണ് കേട്ടോ. അവിടെ എന്തോ ഒരു ലീഗൽ പരമാകുന്ന പ്രോബ്ലംസുകളൊക്കെ ഉള്ള ഒരു എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസാണ് കാണുന്നത്. ഒരു രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവർ രണ്ടുപേരും, തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും കൂടി മറ്റേതോ ഒരു സിറ്റുവേഷൻസിൽ ഒരു അഡ്വൈസ് തേടേണ്ടി വന്നിട്ടുണ്ട്. ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്കുള്ള എന്തോ ഒരു പ്ലാനിങ്ങിലോ ആണ് തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയാൻ പറ്റും. എന്താണെങ്കിലും നിയമപരമായിട്ടുള്ള ചില കാര്യങ്ങളിലൂടെ ഈ ഒരു മന്ത് അവർ കടന്നു പോകേണ്ടി വരും. ഒന്നെങ്കിൽ വിശ്വസ്തതയുടെ പേരിലോ അല്ലെങ്കിൽ ഇവരുടെ ലൈഫ് സിറ്റുവേഷൻസിൻ്റെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ ഇവർക്കൊരു ജസ്റ്റിസ് എനർജി നേരിടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് ആണ് കേട്ടോ കാണുന്നത്. തേർഡ് പാർട്ടിയും നിങ്ങളുടെ പേഴ്സണും തമ്മിലുള്ള ബന്ധത്തിൽ നിയമപരമായിട്ട് കോടതിപരമായിട്ടൊക്കെ ഉള്ള ചില കാര്യങ്ങളിൽ ഇൻവോൾവ് ആകേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. മറ്റാരുടേക്കും ഒരു മധ്യസ്ഥത, ചോദ്യം ചെയ്യലും പറച്ചിലുമായിട്ടുള്ള ചില സിറ്റുവേഷൻസുകൾ ഈ ഒരു മന്ത് അവരുടെ ലൈഫിൽ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട്. അതായത് ഏതൊക്കെയോ രീതിയിൽ നോക്കിക്കഴിയുമ്പോൾ ഒരു ഹാർഡ് വർക്കിങ്ങിൻ്റെ ഫലം ഒരു സ്റ്റക്നെസ്സാണ്. തേർഡ് പാർട്ടിക്കായാലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഇത്രയും നാളും അവർ ചെയ്ത ഹാർഡ് വർക്കിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു സ്റ്റക്ക് എനർജി ആയിട്ടാണ് കാണുന്നത്. അതായത് ഒരു തെറ്റായ ഒരു സിറ്റുവേഷൻസിനെ ഫോക്കസ് ചെയ്യുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പോസിറ്റീവായ ഒരു സിറ്റുവേഷൻസിലല്ല, തെറ്റായ ഒരു സിറ്റുവേഷൻസിൽ ഫോക്കസ് ചെയ്യുന്ന ഒരു എനർജിയാണ് കാണുന്നത്. ലീഗൽ പരമാകുന്ന പ്രശ്നങ്ങളെ കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുപോലെ അവരുടെ ലൈഫിൽ ഒരു കർമ്മ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. തീർച്ചയായിട്ടും ഒരു കർമ്മ എനർജിയിലേക്ക് ആക്ഷൻ എടുക്കപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് ഇവരുടെ ലൈഫിൽ. ഈ നിങ്ങളുടെ വ്യക്തിയുടെയും തേർഡ് പാർട്ടിയുടെയും ജീവിതത്തിൽ കർമ്മ എനർജി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അത് അവരുടെ ലൈഫിൽ ഒരുപാട് പെയിൻഫുൾ ആകുന്ന സിറ്റുവേഷൻസും ഇമോഷണൽ ലോസും ഒക്കെ സംഭവിക്കാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അതായത് റോങ് ആയ സിറ്റുവേഷൻസ് ആണ് എന്നുള്ളത് തിരിച്ചറിയാൻ പോകുന്നു. ഒന്നെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയെ ശക്തമായി ചീറ്റിംഗ് ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ തേർഡ് പാർട്ടിയുടെ ടു ഫേസ് എനർജി, പുറമേ ഉള്ളതല്ല തേർഡ് പാർട്ടി എന്നുള്ളത് നിങ്ങളുടെ പേഴ്സണ് ഈ ഒരു മാസം ക്ലിയർ ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും. റോങ് എനർജിയിലൂടെയാണ് ആ ഒരു ബന്ധം കടന്നു പോകുന്നതും കൂടാതെ ഇവരുടെ കർമ്മ സ്റ്റാർട്ടിങ് ചെയ്ത സ്ഥിതിക്ക് ഇവർക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരിക്കും ഇനി മുന്നോട്ടേക്ക് ഉണ്ടാവാൻ പോകുന്നത്. അതായത് മറച്ചു പിടിച്ച പല കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ ആ ഒരു പറയില്ലേ ആ ഒരു മനസ്സുപോലെ, അതായത് പുറമേ ഉള്ളതല്ല ഉള്ളുകൊണ്ടെന്ന് ചിന്തിക്കും പോലെ ഒരു ടു ഫേസ് എനർജി ഉണ്ടായിരുന്ന വ്യക്തികളായിട്ടാണ് ഇവരുടെ ബന്ധത്തിൽ ഇവർ കണക്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പോൾ പല കാര്യങ്ങളും ഇനി പുറത്തേക്ക് വരാൻ പോകുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. ഇതിനകത്ത് ഒരു പേഴ്സൻ്റെ എനർജിയിലേക്ക് നോക്കുമ്പം
വളരെയധികം ന്യായപൂർവ്വം മാത്രം കാര്യങ്ങളെ കാണുന്ന വ്യക്തിയാണ്. ഇമോഷൻസ് എന്ന് പറയുന്നത് ആത്മാർത്ഥമായിരിക്കണം. ഫെമിനിയൻ എനർജിയുടെ ഒരു പ്രത്യേകത നിങ്ങളുടെ ഈ ഒരു തേർഡ് പാർട്ടിയുടെയും നിങ്ങളുടെ പേഴ്സൻ്റെയും എനർജിയിലേക്ക് നോക്കുമ്പോൾ ഫെമിനിയൻ എനർജി ആയിട്ട് നിൽക്കുന്ന വ്യക്തി ചീറ്റിങ്ങിന് സമ്മതിക്കുകയില്ലാത്ത, അല്ലെങ്കിൽ ചീറ്റിംഗ് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശക്തമായിട്ട് പ്രതിരോധിക്കുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത്. അതായത് സ്ട്രോങ് ആയിട്ട് ഡിസിഷൻ എടുക്കുക, ജസ്റ്റിസ് നടപ്പിലാക്കുക. അതായത് ഇമോഷൻസിനേക്കാൾ കൂടുതൽ പ്രാധാന്യം കൽപ്പിക്കുന്നത് ആത്മാർത്ഥതയ്ക്കും സത്യസന്ധതയ്ക്കുമാണ് എന്നുള്ള ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതിൻ്റെ ഫലമായിട്ട് ഇവരുടെ ടു ഫേസ് എനർജി, അതായത് ഇവരുടെ ഉള്ളിലുള്ള പല കള്ളികളും പുറത്തു വരുമ്പം തീർച്ചയായിട്ടും ഇവിടെ ഒരു എലോൺ എനർജിയിലേക്ക് നിങ്ങളുടെ പേഴ്സൺ മാറേണ്ടി വരുന്ന, അല്ലെങ്കിൽ ഒറ്റപ്പെടേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. പാസ്റ്റിൽ ചില കാര്യങ്ങൾ തേർഡ് പാർട്ടി അറിയുന്നുണ്ട്. നിങ്ങളെ വെച്ച് നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ചില ഇൻഫർമേഷൻസുകൾ തേർഡ് പാർട്ടിയിലേക്ക് എത്തിച്ചേരാൻ സാധ്യത കാണുന്നുണ്ട്. തീർച്ചയായിട്ടും അത് നിങ്ങളുടെ പേഴ്സണെ ഒറ്റപ്പെടലിലേക്ക്, ഒരു ഏകാന്തതയിലേക്ക്, അല്ലെങ്കിൽ ഒരു ഒരു ലോസ് എനർജിയിലേക്ക് ഈ ഒരു മന്ത് കൊണ്ടു ചെന്നെത്തിക്കുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒന്നെങ്കിൽ ഈ ഒരു തേർഡ് പാർട്ടി എന്നത് ഒരു ഫാമിലി എനർജി ആയിരിക്കും കേട്ടോ. ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ, ചിൽഡ്രൻസോട് കൂടിയ ഒരു ഫാമിലി എനർജി ആയിരിക്കാം തേർഡ് പാർട്ടി ആയിട്ട് നിൽക്കുന്നത്. അപ്പം ഇത് എക്സ്ട്രാ മാരിറ്റൽ അഫെയറിൻ്റെ എനർജി സ്ട്രോങ് ആയിട്ട് കയറി വന്നിട്ടുണ്ട്. അതല്ല എങ്കിൽ അത് തന്നെയാണ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഇവിടെ നിൽക്കുന്നത് ഫാമിലി എനർജി തന്നെയാണ് കേട്ടോ. അപ്പം ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റോട് കൂടി പോകേണ്ട ഒരു റിലേഷനാണ്. ചില ബന്ധങ്ങളിൽ നിങ്ങളുമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞു കഴിയുമ്പം വിട്ടുവീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. ചില സ്ഥലത്ത് ചില മാറ്റങ്ങൾ, അല്ലെങ്കിൽ ഒരു ഒരു ചേഞ്ചിങ് കൊടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതേസമയം ചില സ്ഥലങ്ങളിൽ കട്ടായം ആക്ഷൻ എടുക്കപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ എലോൺ എനർജിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് ആ ഒരു ഫെമിനിയൻ എനർജിയിലേക്ക് നോക്കുമ്പോൾ ഇമോഷൻസിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഭൗതികമാകുന്ന കാര്യങ്ങൾക്കാണ്. അതായത് വിശ്വസ്തതയ്ക്കും അതുപോലെ തന്നെ ആത്മാർത്ഥതയ്ക്കും അതുപോലെ തന്നെ മറ്റു സാമ്പത്തികപരമാകുന്ന കാര്യങ്ങളിലുമെല്ലാം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങളുടെ വ്യക്തി തീർച്ചയായിട്ടും എലോൺ എനർജി പോകും. അതേസമയം ചിൽഡ്രൻസും ഫാമിലിയും വേണമെന്ന് ആഗ്രഹിച്ച് ക്ഷമിക്കുന്ന വ്യക്തികളുടെ ലൈഫിൽ നിങ്ങളെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് അറിഞ്ഞാലും അത് ഒത്തൊരുമിച്ച് അവർ വീണ്ടും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നുള്ളൊരു എനർജി കാണുന്നുണ്ട്. എന്തു വന്നാലും നിങ്ങളുടെ റിലേഷനെ സംബന്ധിച്ച് നോക്കുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ബന്ധത്തിൽ ഒരുപാട് ബാഡ് സിറ്റുവേഷൻസ്, അതായത് പെരുമാറ്റത്തിലാണെങ്കിലും സംസാരങ്ങളിലൊക്കെ ആണെങ്കിലും ഒരു ബാഡ് എനർജി കടന്നു പോകുന്നുണ്ട്. കൂടാതെ തന്നെ ഒരു ഹൈഡിങ് എനർജി ഉണ്ട്. ശരിക്കും അവിടെ ഒരു ഓപ്പൺ എനർജി അല്ല. അവരവിടെ ബന്ധങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ ഹൈഡ് ചെയ്യുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അതായത് തേർഡ് പാർട്ടി ആണെങ്കിലും ഹൈഡിങ് എനർജിയിലാണ്, നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും ഹൈഡിങ് എനർജിയിലാണ്. അത് സ്ട്രോങ് ആയ ഒരു ഹൈഡിങ് എനർജിയാണ്. പിടി കൊടുക്കാത്ത വിധം തേർഡ് സിറ്റുവേഷൻസിനെയും കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. അവിടെ സ്ട്രോങ് ആണ്. ബന്ധത്തിനൊരു പൂർണ്ണത സൃഷ്ടിക്കാൻ, അല്ലെങ്കിൽ ആ ഒരു ബന്ധത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങളുടെ വ്യക്തിയാണേലും തേർഡ് പാർട്ടി ആണേലും ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ തന്നെ ആ ഒരു സിറ്റുവേഷൻസിൽ അവർക്കൊന്നും ഓപ്പൺ മൈൻഡ് അല്ല. അവർ ഹൈഡിങ് ചെയ്തുകൊണ്ട് ആ ഒരു ബന്ധത്തെ സ്മൂത്തായിട്ട് കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് തന്നെ പറയാൻ പറ്റും. പക്ഷേ സംശയം വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമാണെങ്കിലും പെരുമാറ്റമാണെങ്കിലും ചില സമയങ്ങളിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത വിധമുള്ള കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കുന്നുണ്ട്. ബാഡ് ടോക്കിംഗ് കണക്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ശരിക്കും ഒരു രീതിയിലേക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിരാശ പോലുള്ളൊരു അവസ്ഥയിലൂടെ ഈ ഒരു മാസം കടന്നു പോകേണ്ടി വരും. കാരണം അപ്രിയ സത്യങ്ങൾ പുറത്തു വരുന്നതായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് കേട്ടോ. മറച്ചു പിടിച്ച പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടാണെങ്കിലും മറ്റ് കരിയർ എനർജിയിലാണെങ്കിലും അവർ ആക്ഷൻ എടുക്കുന്ന, അതായത് അവരുടെ സിറ്റുവേഷൻസുകളിലെല്ലാം ഒരു ലോസ് എനർജി അല്ലെങ്കിൽ ഒരു സ്തംഭനാവസ്ഥ സൃഷ്ടിക്കപ്പെടുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. പോസിറ്റീവായിട്ട് പോകണമെന്നും ഫ്യൂച്ചർ സക്സസ് എന്ന് ചിന്തിച്ചെടുത്തെല്ലാം ലോസ് എനർജിയും നിരാശയും, അതല്ലെങ്കിൽ ഒരു വിരക്തി, ഒരു
പറയുക, വിട്ട് കളയുന്ന ഒരു സിറ്റുവേഷൻസിനും കുറച്ച് കോൺഫ്ലിക്റ്റും സ്ട്രഗിളിങ്ങുമായിട്ട് തന്നെ തേർഡ് പാർട്ടി സിറ്റുവേഷൻസുമായിട്ട് കടന്നു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഈ മന്ത് തന്നെ തേർഡ് പാർട്ടിയിൽ നിന്നും പുറത്തിറങ്ങാൻ സാധ്യത കാണുന്നുണ്ട് കേട്ടോ. അതായത് മറ്റൊരിടത്തേക്ക് നിങ്ങളിലേക്ക് ഒരു റിയൂണിയൻ എനർജി 100% കണക്റ്റഡ് ആകപ്പെടുന്ന സിറ്റുവേഷൻസ് ആണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തി ഫാമിലി എനർജിയിലേക്ക്, അവരുടെ കുടുംബത്തിലേക്ക് കണക്റ്റ് ചെയ്യും. പേരൻസുമായിട്ട് കൂടുതൽ ഇൻവോൾവ് ആകുന്ന ഒരു സിറ്റുവേഷൻസിലേക്ക് മാറാനും സാധ്യതയുണ്ട്. എന്താണെങ്കിലും തേർഡ് പാർട്ടിയിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസ് കൂടി നിങ്ങളുടെ പേഴ്സൺ ആശ്വാസകരമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കും. ഒന്നെങ്കിൽ നിങ്ങളുമായിട്ടൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിലേക്ക് വരാൻ അവർ തയ്യാറാകും. അതല്ല എങ്കിൽ അവർ തൻ്റെ ഫാമിലി എനർജിയുമായിട്ട്, പേരൻസും മറ്റ് സഹോദരങ്ങളുടെ എനർജികളുമായിട്ട് കണക്റ്റ് ചെയ്ത് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുമെന്നാണ് കാണുന്നത്. എന്തായാലും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒരു ബർഡനാണ്, ഒരു അൺകണ്ടീഷണൽ എനർജി. അതായത് വേറെ ഒന്നും ഇനി ഈ ലോകത്ത് കിട്ടാനില്ല, ഏറ്റവും വലിയതും ഇമ്പോർട്ടൻറ്റുമായ ഒരു കാര്യമാണ് കിട്ടിയിരിക്കുന്നത് എന്ന് ആഗ്രഹിക്കുകയും ചിന്തിക്കുകയും ചെയ്തെടുത്ത് നിന്ന് തന്നെ ഒരു ബർഡനെയാണ് നിങ്ങളുടെ പേഴ്സൺ തലയിൽ കയറ്റി വെച്ചതെന്നുള്ളത് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം അവർക്ക്, നിങ്ങളുടെ വ്യക്തിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നുണ്ട് ഈ ഒരു ബന്ധം ഒരു എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റിയാണ്, ഒരു ബർഡനാണ്. ഇത് ഇറക്കി വെച്ചില്ലെങ്കിൽ ഇത് ജീവിതകാലം മുഴുവനും ഒരു ഭാരം പോലെ ചുമക്കാമെന്നു മാത്രമേ ഉള്ളൂ. ഇതിൽ നിന്നും ഒരു പോസിറ്റിവിറ്റി ഇല്ല, മുന്നോട്ട് സ്ട്രഗിളിങ് എനർജി മാത്രമേ ഉള്ളൂ എന്നത് നിങ്ങളുടെ വ്യക്തിക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട്. ഇമോഷൻസുകളെല്ലാം ഏതെല്ലാം രീതിയിൽ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളുടെ വ്യക്തിക്ക് ഇമോഷൻസ് കിട്ടുന്നുണ്ടോ അതൊന്നും ആസ്വദിക്കാൻ അതിൻ്റെ പോസിറ്റിവിറ്റിയിലേക്ക് കണക്റ്റ് ചെയ്യാനോ നിങ്ങളുടെ വ്യക്തിക്ക് സാധിക്കാതെ പോകുന്ന സിറ്റുവേഷൻസിലേക്ക് ആ വ്യക്തി മാറിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും കുറേ ആളുകളെ സംബന്ധിച്ച് തേർഡ് സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഒരു സാഹചര്യം, അവസാനിപ്പിച്ച് കളയുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വന്നിരിക്കുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൽ നിന്നും ഈ മന്ത് അവർ ഇറങ്ങുമെന്നുള്ളത് 100% ഉറപ്പാണ്. ഒന്നെങ്കിൽ നിങ്ങളിലേക്ക് ഒരു റിയൂണിയൻ എനർജി ആയിട്ട് അവർ എത്തിച്ചേരും, അതല്ലെങ്കിൽ അവരുടെ ഫാമിലിയുമായിട്ട് പേരൻറ്റിങ് എനർജിയിലേക്ക് പൂർണ്ണമായിട്ടും അവർ ഡിപ്പെൻഡ് ചെയ്തു പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട്. കാരണം അവരെ പെടുത്തി കളഞ്ഞ, അല്ലെങ്കിൽ അവർക്ക് വളരെയധികം അട്രാക്ഷൻ ഫീൽ ചെയ്ത തേർഡ് സിറ്റുവേഷൻസ് അവർക്കൊരു വലിയ ഭാരമായിട്ട്, അല്ലെങ്കിൽ വലിയ ഒരു ദുരന്തമായിട്ട് ഇപ്പോൾ അവർക്ക് കാണേണ്ടി വരികയാണ്. കാരണം അവിടെ ഒരു പോസിറ്റിവിറ്റിക്ക് അപ്പുറത്തേക്ക് സംശയമാണ്, ഒരുപാട് സംശയം ഫീൽ ചെയ്യുന്നൊരു എനർജി കാണുന്നുണ്ട്. അതായത് വളരെ പ്രഷ്യസ് ആയിട്ട് ഫീൽ ചെയ്തെടുത്ത് ഒരു ലോട്ടറി ഭാഗ്യം പോലെ അവർക്ക് ഫീൽ ചെയ്തൊരു ഇൻഡിപെൻഡൻസിങ് എനർജി, ഒരു ഇൻഡിപെൻഡൻറ്റിങ് എനർജിയൊക്കെ ഫീൽ ചെയ്തെടുത്ത് ഇന്ന് അവർക്ക് ശ്വാസം മുട്ടുന്ന, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യമില്ലായ്മ, കടുത്ത സംശയം പോലുള്ള കാര്യങ്ങളിൽ പെട്ട് നിൽക്കുകയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയമാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ബന്ധത്തിൽ നിന്നും കിട്ടുന്നത്. ആൻസൈറ്റിയാണ്. ഫ്യൂച്ചറിനെ കുറിച്ച് ചിന്തിക്കുമ്പം അവർക്ക് ഉറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യം, ഒരു ഉത്കണ്ഠ എനർജി സ്ട്രോങ് ആയിട്ട് കണക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സിറ്റുവേഷൻസ്. അവർക്ക് ഇൻറ്റ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപകടമാണ് ഈ നിൽക്കുന്ന സിറ്റുവേഷൻസ്, ശക്തമാകുന്ന ഒരു അപകടമാണ്. 6 ഓഫ് സോഴ്സ് ആണ്. എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങുക, ആ ദിശ വിട്ട്. ഇപ്പോൾ എവിടെയാണോ ഈ ഒരു വ്യക്തി നിൽക്കുന്നത് അവിടെ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് പോകുക എന്നുള്ള ഒരു ഗൈഡൻസ് ഒക്കെ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ പറ്റുന്നത്. ശരിക്കും ഈ ഒരു റിലേഷൻ എന്നത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു വിധിയായിട്ട് വേണമെങ്കിലും നമുക്ക് കാണേണ്ടി വരും കേട്ടോ. ഇത് ഡിവൈൻ്റെ ഒരു വിധി എനർജിയിൽ പെട്ട കാര്യം തന്നെയാണ്. കൂടാതെ തന്നെ ഓപ്പർച്യൂണിറ്റീസുകളിൽ ഒന്ന് മാത്രമാണ് നിങ്ങളുടെ പേഴ്സണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് മറ്റ് സിറ്റുവേഷൻസുകളും ഉണ്ട് എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ഒരു അഡിക്ഷൻ മാത്രം, ഒരു ആസക്തി പോലുള്ള, അതായത് പെട്ടെന്ന് തോന്നുന്ന ഒരു എടുത്തുചാട്ടത്തിനപ്പുറത്തേക്ക് ഈ ഒരു ബന്ധങ്ങൾക്കൊന്നും ഒരു വാല്യൂ ഇല്ല എന്ന് തന്നെ പറയാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് മറ്റ് സിറ്റുവേഷൻസുകളുണ്ട്, ഒന്നിലധികം ഓപ്പർച്യൂണിറ്റീസുകളും ഫോക്കസ് ചെയ്യുന്ന സാഹചര്യങ്ങളും ഉണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യം. ഇതിനകത്ത് നമുക്ക് ഫാമിലി അല്ലാത്ത തേർഡ് സിറ്റുവേഷൻസിലേക്ക് നോക്കുമ്പം തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് മറ്റു മാരിയേജ് എനർജിയിലേക്ക്, അവിടെയും മാരിയേജ് എനർജിയുടെ പ്രസൻസ് കാണുന്നുണ്ട് കേട്ടോ. മൊത്തത്തിലൊരു ഫാമിലി എനർജി ബേസ് ചെയ്ത് തേർഡ് പാർട്ടിയിലും എല്ലാം കണക്റ്റ് ചെയ്ത് വരുന്നുണ്ട്. ചില വ്യക്തികളിലേക്ക് നോക്കുമ്പം അത് തേർഡ് പാർട്ടി എന്നത് ഫാമിലി ആയിട്ട് വരുമ്പം തേർഡ് പാർട്ടിക്ക് മറ്റൊരു ഫാമിലി എനർജിയുടെ പ്രസൻസ് കൂടി ഇതിനകത്ത് കണക്റ്റഡ് ആകപ്പെടുന്ന എനർജികളും നിൽപ്പുണ്ട് കേട്ടോ.
എന്താണെങ്കിലും ഒരു ന്യൂ ബിഗിനിങ്, ഒരു പുതിയ തുടക്കം എന്നത് ജീവിതത്തിൽ ഉണ്ടാവും കേട്ടോ. എലോൺ എനർജിയിൽ നിന്നും ഒരു മാറ്റത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ചില വ്യക്തികളൊക്കെ തേർഡ് പാർട്ടിയെ കൂടുതൽ അഡ്ജസ്റ്റ് ചെയ്ത് ഒന്നും കൂടി കണക്റ്റ് ചെയ്ത് പോകാൻ ശ്രമിക്കും. ഒരു ബൗണ്ടറിയൊക്കെ ഇട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ചെറിയ രീതിയിലൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമെന്ന് ഈ ഒരു മന്ത് ചിന്തിക്കുന്നവരുണ്ട്. ചിലരെ സംബന്ധിച്ച് ഇമോഷൻസ് തീർച്ചയായിട്ടും ഹൈഡ് ചെയ്യും. തേർഡ് പാർട്ടിയുമായിട്ട് അവർ ഇമോഷൻസ്, എത്ര തേർഡ് പാർട്ടി അവരോട് ഇമോഷണലി കണക്റ്റഡ് ആയാലും ഒരു ബൗണ്ടറി ഇട്ട് തന്നെ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അവർ റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. തേർഡ് പാർട്ടിയുടെ ഇമോഷൻസുകളെല്ലാം റിജക്റ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണുന്നത്. അതായത് നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് നോക്കുമ്പം ഒരു ഇമോഷണൽ ബാലൻസ് ഒക്കെ, ഒരു മെച്യൂരിറ്റി ഒക്കെ വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ സ്നേഹവും പ്രണയവുമോ സാന്നിധ്യമൊന്നും ഇല്ലെങ്കിലും ലൈഫിൽ മുന്നോട്ടേക്ക് പോകാമെന്നുള്ള ആ ഒരു തോന്നൽ, ആരുടെയും പ്രസൻസിൻ്റെ ആവശ്യമില്ല നമുക്ക് ജീവിക്കാനെന്നുള്ള ആ ഒരു മെച്യൂരിറ്റിയോട് കൂടിയുള്ളൊരു ചിന്തയൊക്കെ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിൽ ഇപ്പോൾ കണക്റ്റഡ് ആണ്. അവരെ സംബന്ധിച്ച് ചിലരൊക്കെ കരിയർ പാതയിലേക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ പോകുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് കേട്ടോ. അതുപോലെ അവരെ, നിങ്ങളുടെ വ്യക്തിയെ വെയിറ്റിംഗ് ചെയ്യുന്ന ഒരു എനർജി നിങ്ങളായിരിക്കും. നിങ്ങൾ എത്രത്തോളം ആ ഒരു പേഴ്സണെ പ്രഷ്യസ് ആയിട്ട് കാണുന്നു എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി ഒരു ആക്ഷൻ എടുക്കാനും സാധ്യത കാണുന്നുണ്ട്. ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞാൽ ഒരു എടുത്ത് ചാട്ടത്തിൻ്റെ ഫലമായിട്ടുണ്ടായ റിലേഷനാണ് കേട്ടോ. ആ സിറ്റുവേഷൻസ് അവർക്കൊരു തലവേദന തന്നെയാണ്. ഇപ്പം കുറ്റബോധവും തോന്നുന്നുണ്ട്, തെറ്റ് തിരുത്തണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. ആ സിറ്റുവേഷൻസിനെ വിട്ട് അവർക്ക് അനുയോജ്യമായ, അവരെ അക്സെപ്റ്റ് ചെയ്യുന്ന, അവരെ മനസ്സിലാക്കുന്ന സിറ്റുവേഷൻസിലേക്ക് കണക്റ്റ് ചെയ്യണമെന്ന്, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻസിനോടൊപ്പം മുന്നോട്ടേക്കൊരു ഫ്യൂച്ചർ ലൈഫ് വേണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഈ തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ ഓവർകം ചെയ്യും കേട്ടോ. അത് ഫാമിലി ആണെങ്കിലും ഫാമിലിയിൽ അവർക്ക് അക്സെപ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അത്രത്തോളം പിരിമുറുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഫാമിലി അല്ലാത്ത എക്സ്ട്രാ മാരിറ്റലിലേക്ക് നോക്കിയാലും ഇമോഷണലി ഹാപ്പിനെസ് ഇല്ല. കാരണം തേർഡ് പാർട്ടി സിറ്റുവേഷൻസിന് മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ പ്രസൻസ് നിൽക്കുന്നു നല്ല സ്ട്രോങ് ആയിട്ട് ചില എനർജികളിൽ കേട്ടോ. എല്ലാവർക്കും അല്ല, ചില എനർജികളിൽ. ശരിക്കും തേർഡ് പാർട്ടി സിറ്റുവേഷൻസിൻ്റെ ഓവറോൾ എനർജിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഡബിൾ എനർജിയാണ് വന്നിരിക്കുന്നത്. അതായത് ഒരു ബ്ലാക്ക് മാജിക് പോലെ, അതായത് വശീകരണം പോലെ പിടിച്ച് നിർത്തിയിരിക്കുന്നത്. അത് ഫിസിക്കൽ പരമാകുന്ന അട്രാക്ഷനാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഫിസിക്കൽ അട്രാക്ഷൻ്റെ പുറത്ത് പിടിച്ച് നിർത്തപ്പെട്ടിരിക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് തേർഡ് പാർട്ടിയിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. അതല്ലാതെ മറ്റൊരാവശ്യം അവർക്ക് നിങ്ങളുടെ വ്യക്തിയെ കൊണ്ടില്ല എന്നുള്ളതാണ് നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് റെസനേറ്റ് ആകുന്നവർ എടുക്കുക, അല്ലാത്തവർ വിട്ടുകളയുക. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ്. പിന്നെ നമ്മുടെ റീഡിങ്സ് പോസിറ്റീവായിട്ട് തോന്നുന്നുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. കൂടാതെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.